പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ മീറ്റർ നാളെ മുതൽ പ്രാബല്യത്തിൽ. യാത്രക്കാർക്കുള്ള നിയന്ത്രണം ഒഴിവാക്കണം. സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി. സ്വകാര്യ ആശുപത്രികൾക്കെതിരെ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാം. കർച്ചോളം കൺകോടിയിലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ. സൗത്ത് ഗോവയിൽ 48 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. നാളെ മുതൽ ഡിജിറ്റൽ മീറ്റർ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ടാക്സി, യാത്രാ വാഹനങ്ങൾ നാളെ മുതൽ ഡിജിറ്റൽ മീറ്റർ നിർബന്ധം. ടൂറിസ്റ്റ് പെർമിറ്റ്, ഓൾ ഗോവ പെർമിറ്റ്, മഞ്ഞ കറുപ്പ് നിറത്തോടു കൂടിയ ടാൻ പെർമിറ്റ് എന്നീ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് എമർജൻസി ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് സംവിധാനത്തോടു കൂടിയ ഡിജിറ്റൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ഡിജിറ്റൽ മീറ്റർ ഘടിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. നിശ്ചിത ഗുണനിലവാരമുള്ള അംഗീകൃത ഡിജിറ്റൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ജോലിക്കാർക്കുള്ള നിയന്ത്രണം ഒഴിവാക്കണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി. ജോലി ആവശ്യത്തിന് സംസ്ഥാനത്തുനിന്ന് യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതുവരെ മാത്രം സംസ്ഥാന തലത്തിൽ പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന ഹൈക്കോടതി ഉത്തരവ് ഇളവ് ആവശ്യപ്പെട്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. ആവശ്യം തള്ളിയതിനോടൊപ്പം സർക്കാരിനെ കോടതി ശകാരിക്കുകയും ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ നിയന്ത്രണം ഒഴിവാക്കാനാവില്ലെന്നും ഭാവിയിൽ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ പുതിയ അപേക്ഷ സമർപ്പിക്കുവാനും ജഡ്ജസ്മാർ നിയമിച്ചു. സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ഇനി പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാം. കോവിഡ് രോഗികളെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്കെതിരെ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വിശ്വജിത് റാണെ. പരാതികൾ ഇമെയിൽ വഴി ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കും ഡയറക്ടർക്കും നൽകാം. പരാതി ലഭിച്ചാൽ ഉടൻ അന്വേഷിച്ച് കർശന നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എത്ര ഗുരുതരമായ കോവിഡ് കേസുകളും സ്വീകരിക്കണമെന്ന് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കാൻ മടിക്കുന്ന വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. കർച്ചോറമിലും കൺകോണിലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കർച്ചോറമിലും കൺകോണിലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. 11 പേർ കോവിഡ് പോസിറ്റീവായ കർച്ചോറമിലെ 2 വീടുകളിലും 7 പേർക്ക് പോസിറ്റീവായ കൺകോണിലെ ഒരു വീട്ടിലുമാണ് ഗോവ കളക്ടറേറ്റ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. കർച്ചോറം ഭാവാവാടിയിലെ ഒരു വീട്ടിൽ 5 പേർക്കും ബെവക്യുവാഗിലെ ഒരു വീട്ടിൽ 6 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. കൺകോരയിലെ അഗോണ്ട കാർഷിക മേളയ്ക്ക് 2ാമത്തെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ. സംസ്ഥാനത്ത് ടൌട്ടെ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. സംസ്ഥാനത്ത് വീശിയടിച്ച ടൌട്ടെ ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും സൗത്ത് ഗോവയിൽ മാത്രം 48 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി പ്രാഥമിക റിപ്പോർട്ട്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സൗത്ത് ഗോവ റവന്യൂ അണ്ടർ സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. സ്വകാര്യ വസ്തുക്കളിലുണ്ടായ നാശനഷ്ടങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ടാണെന്നും വിശദമായ റിപ്പോർട്ട് ഉടനെ ഉണ്ടാകുമെന്നും കളക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. താലൂക്ക് ഓഫീസുകളിൽ നിന്നും തദ്ദേശവാസികളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മേഖലയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കേരള വാർത്തകൾ. കെ ശൈലജയെ ഒഴിവാക്കിയത് സംഘടനാപരമായും രാഷ്ട്രീയപരമായ തീരുമാനം എ വിജയരാഘവൻ. സത്യപ്രതിജ്ഞയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. PC ചാക്കോ NCP സംസ്ഥാന നേതൃത്വത്തിലേക്ക്. 2ാം പിണറായി സർക്കാരിൽ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണ. PJ ജോസഫ് പാർലമെന്ററി പാർട്ടി നേതാവായി ചുമതലയേറ്റു. കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകർന്ന് KPSPA. കെ ശൈലജയെ ഒഴിവാക്കിയത് സംഘടനാപരവും രാഷ്ട്രീയപരമായ തീരുമാനമെന്ന് എ വിജയരാഘവൻ. കെ ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയുടെ സംഘടനാപരവും രാഷ്ട്രീയപരമായ തീരുമാനമാണെന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ. മന്ത്രിമാർ ആരാകണമെന്ന് പാർട്ടിയെടുത്ത സംഘടനാപരവും രാഷ്ട്രീയവുമായ തീരുമാനമാണെന്നും ഇക്കാര്യത്തിൽ പുനഃപരിശോധന ഉണ്ടാകില്ലെന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയെന്നാണ് ഉത്തരവാദിത്തം. ഈ സർക്കാർ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നതിനാണ് പാർട്ടി പരിഗണന നൽകുന്നത്. സത്യപ്രതിജ്ഞയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കെ 500 പേരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് ഉചിതമെന്ന് കോടതി നിരീക്ഷിച്ചു. സർക്കാർ നടപടി കോവിഡ് നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് വിശദീകരണം. ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് സത്യപ്രതിജ്ഞ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതു സംബന്ധിച്ച ചീഫ് സെക്രട്ടറിക്കും ദുരിത നിവാരണ അതോറിറ്റിക്കും നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിലെ ആവശ്യം. NCP സംസ്ഥാന അധ്യക്ഷനായി PC ചാക്കോയെ നിയമിച്ചു.
ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്കായി PC ചാക്കോ അക്ഷീണം പ്രവർത്തിക്കുമെന്ന് തനിക്ക് ഉറപ്പാണെന്ന് ഉത്തരവിൽ പറയുന്നു. മാർച്ചിലാണ് കോൺഗ്രസ് വിട്ട് മുതിർന്ന നേതാവായ PC ചാക്കോ NCP-യിലെത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിന് സദ്ബുദ്ധി ഉണ്ടാകാനാണ് പാർട്ടി വിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. LDF-നായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു PC ചാക്കോ. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായി. ആഭ്യന്തരം, പൊതുഭരണം, IT വകുപ്പുകളുടെ ചുമതല മുഖ്യമന്ത്രി വഹിക്കും. വീണ ജോർജ് ആരോഗ്യമന്ത്രിയാകും. P രാജീവ് വ്യവസായം, നിയമി എന്നീ വകുപ്പുകളും ചുമതല വഹിക്കും. KN ബാലഗോപാലാണ് ധനമന്ത്രി. മുതിർന്ന CPM നേതാവ് AV ഗോവിന്ദൻ തദ്ദേശം, എക്സൈസ് എന്നീ വകുപ്പുകളും. R ബിന്ദുവായിരിക്കും ഉന്നത വിദ്യാഭ്യാസവും. മന്ത്രി VN വാസവൻ സഹകരണം, രജിസ്ട്രേഷൻ മന്ത്രിയാകും. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ വകുപ്പുകൾ V ശിവൻകുട്ടി കൈകാര്യം ചെയ്യും. സജി ചെറിയൻ ഫിഷറീസ്, സാംസ്കാരികം. മുഹമ്മദ് ദേവർകോവിൽ തുറമുഖം, പുരാവസ്തു ഗവേഷണം, മ്യൂസിയം. K കൃഷ്ണൻകുട്ടി വൈദ്യുതി. റോഷി അഗസ്ത്യൻ ജലവിഭവം. V അബ്ദുറഹ്മാൻ ന്യൂനപക്ഷകാര്യം, കായികം. ആന്റണി രാജു ഗതാഗതം. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്, ടൂറിസം. AK ശശീന്ദ്രൻ വനംവകുപ്പ് എന്നിങ്ങനെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ. K രാധാകൃഷ്ണനാണ് ദേവസ്വം മന്ത്രി. പിന്നോക്കക്ഷേമ വകുപ്പും അദ്ദേഹത്തിനാണ്. PJ ജോസഫ് പാർലമെന്ററി പാർട്ടി നേതാവായി ചുമതലയേറ്റു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർലമെന്ററി പാർട്ടി നേതാവായി PJ ജോസഫിനെ തിരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി മേയറായി മോൻസ് ജോസഫ് MLA തിരഞ്ഞെടുത്തു. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ ഭരണഘടനാപരം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ആണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചത്. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ്, സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയി ഇബ്രാഹിം എന്നിവരും പ്രത്യേക ക്ഷണിതാക്കളെ യോഗത്തിൽ പങ്കെടുത്തു. കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി KPSPA. കോവിഡ് മഹാമാരി നടമാടുന്ന ഈ കാലത്തും സെക്യൂരിറ്റി ജീവനക്കാർക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുതൽ ശേഖരവുമായി KPSPA രംഗത്ത്. കേരളമൊട്ടാകെ രാപ്പകൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രൈവറ്റ് സെക്യൂരിറ്റി ജീവനക്കാർക്കും അശരണർക്കും ഭക്ഷണപ്പൊതികളും മാസ്കുകളും സാനിറ്റൈസറുകളും വിതരണം ചെയ്തത്. KPSPA ചെയർമാൻ റിട്ടയർഡ് ലഫ്റ്റനന്റ് കമാൻഡർ അനിൽകുമാർ നായർ ഭക്ഷണപ്പൊതികളും മാസ്കുകളും വിതരണം ചെയ്തതിന് നേതൃത്വം നൽകി. ആശ്രയമില്ലാത്ത നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നിരവധി മനുഷ്യജീവികൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയിൽ സംസ്ഥാനത്തൊട്ടാകെ KPSPA സംഘടന ഭക്ഷണപ്പൊതികളും കുടിവെള്ളവും വിതരണം ചെയ്തു വന്നിരുന്നു. സ്നേഹാർദ്രം 21 എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്നു വന്നിരുന്ന ഈ സേവനത്തിന് പൊതുജനങ്ങൾക്കിടയിൽ നിന്നും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. KPSPA ചെയർമാൻ തിരുവനന്തപുരം നഗരത്തിൽ ഭക്ഷണപ്പൊതി വിതരണത്തിന് നേതൃത്വം നൽകിയത്. വിനോദ് കുമാർ ജേക്കബ്, രമേഷ് കുമാർ, മകേഷ് പിള്ള, അജിത്, ബിനു ജോർജ് എന്നീ ഭാരവാഹികളാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. കഷ്ടത അനുഭവിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് എന്നും കൈത്താങ്ങാകുവാൻ KPSPA ഒപ്പമുണ്ടെന്ന് ചെയർമാൻ അനിൽകുമാർ നായർ പറഞ്ഞു. കോവിഡ് ഫീൽഡ് ഓഫീസ് സജ്ജമാക്കി ആസ്റ്റർ ജിയോജിത്ത്. കോവിഡ് രോഗികൾക്കുള്ള കിടക്കുകളുടെ ആവശ്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമ്പലമുകളിൽ BPCL-ന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആസ്റ്റർ മെഡിസിറ്റി 100 കിടക്കകളുള്ള ഫീൽഡ് ആശുപത്രി സജ്ജമാക്കി. ആദ്യ 50 ബെഡുകൾക്കുള്ള ആസ്റ്റർ ജിയോജിത്ത് ഹോസ്പിറ്റലിനായി 75 ലക്ഷം രൂപയാണ് ജിയോജിത്ത് ഫൗണ്ടേഷൻ ഇതിനായി നൽകിയത്. ആശുപത്രിയിൽ ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഒരുക്കുന്നതിനും ആശുപത്രി പ്രവർത്തിക്കാൻ ആവശ്യമായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും നിയമനവും പരിശീലനവും നടത്തുന്നതിനും ആസ്റ്റർ മെഡിസിറ്റിയാണ്. ഫീൽഡ് ആശുപത്രിയുടെ ഉദ്ഘാടനം ഹൈബീഡൻ MP നിർവഹിച്ചു. ജില്ലാ കളക്ടർ S. സുഹാസ്, ജിയോജിത്ത് ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആശുപത്രി ഇന്നു മുതൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. ദേശീയ വാർത്തകൾ. കുട്ടികളിൽ കോവാക്സിൻ പരീക്ഷണ അനുമതി കേന്ദ്ര നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഡൽഹി ഹൈക്കോടതി. ഇന്ത്യയിൽ ബ്ലാക്ക് ഫംഗസ് പ്രതിരോധ മരുന്നിന് ക്ഷാമം. വാക്സിൻ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ച കാര്യമറിയാതെ ഖേദം പ്രകടിപ്പിച്ച നിതിൻ ഗഡ്കരി. വാർത്തകൾ വിശദമായി. കുട്ടികളിലെ കോവാക്സിൻ പരീക്ഷണത്തിൽ നടപടിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടതിന് ഹൈക്കോടതിക്ക് വിസമ്മതം. 2 മുതൽ 18 വയസ്സിലുള്ള കുട്ടികളിൽ വാക്സിൻ പരീക്ഷണം നടത്താൻ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. പൊതുപ്രവർത്തകനായ സഞ്ജീവ് കുമാർ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനും ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യക്കും ഭാരത് ബയോടെക്കിനും നോട്ടീസ് അയക്കാൻ ചീഫ് ജസ്റ്റിസ് DN പട്ടേൽ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കുട്ടികളിൽ 2, 3
അനുമതി നൽകിയിരിക്കുന്നത്. പരീക്ഷണത്തിന്റെ ദൂഷ്യവശങ്ങൾ അടക്കം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ നടപടി സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൊതുതാൽപര്യ ഹർജി. ഇന്ത്യയിൽ ബ്ലാക്ക് ഫംഗസ് പ്രതിരോധ മരുന്നിന് ക്ഷാമം. അംഫോടെറിസിൻ ബി എന്ന ഇന്ത്യൻ നിർമ്മിത മരുന്നാണ് ബ്ലാക്ക് ഫംഗസിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ മരുന്നിന്റെ ലഭ്യതക്കുറവ് ഫംഗസ് വ്യാപനത്തിനും രോഗം കൂടുതലും കാരണമാകുന്നത്. എന്നാൽ ഈ മരുന്ന് കരിഞ്ചന്തയിൽ വിൽക്കപ്പെടുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ബ്ലാക്ക് ഫംഗസിനെ ചെറുക്കുന്നതിന് ഈ മരുന്നിന്റെ കുത്തിവയ്പ് നടത്തണം. 8 ആഴ്ചയോളം കുത്തിവയ്പ് തുടരണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. വാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അറിയിച്ചത് കാര്യമറിയാതെ ഖേദം പ്രകടിപ്പിച്ച നിതിൻ ഗഡ്കരി. കോവിഡ് വാക്സിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തന്റെ നിർദ്ദേശത്തിൽ ഖേദം പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി താൻ പ്രസ്താവന നടത്തിയത് ഇതിനെക്കുറിച്ച് അറിവില്ലാതെയാണ്. സർക്കാർ തീരുമാനം രാസവള മന്ത്രി തന്നോട് വിശദീകരിച്ചെന്നും ഗഡ്കരി വ്യക്തമാക്കി. ഉൽപാദനം കൂട്ടിയാൽ വാക്സിൻ കയറ്റുമതി ചെയ്യണമെന്നും 10ലധികം കമ്പനികൾ പരിഗണനയിലുണ്ടെന്നുമാണ് ഗഡ്കരി നേരത്തെ പറഞ്ഞത്. ഉദാരമാക്കിയതാണ് കേന്ദ്ര തീരുമാനം. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കോവാക്സിൻ നിർമ്മാണ ഫോർമുല കൈമാറാൻ സന്നദ്ധമാണെന്ന് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് അറിയിച്ചിരുന്നു. അന്തർദേശീയ വാർത്തകൾ. നേപ്പാളിൽ ഭൂചലനം റിക്ടർ സ്കെയിൽ 5.8 രേഖപ്പെടുത്തി. ഏഷ്യൻ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമം പാസാക്കി US. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി സംസാരിച്ച ഏതൻ. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ ഭൂചലനം റിക്ടർ സ്കെയിൽ 5.8 രേഖപ്പെടുത്തി. റിക്ടർ സ്കെയിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നേപ്പാളിൽ ഉണ്ടായെന്ന് ദേശീയ ഭൂകമ്പ നിരീക്ഷണ ഗവേഷണ കേന്ദ്രം അറിയിച്ചു. 3 പേർക്ക് പരിക്കേൽക്കുകയും 7ഓളം വീടുകൾ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് 115 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ലാംചങ് ജില്ലയിലെ ഭൂൽപുലാവിലാണ്. 2015 നേപ്പാളിലുണ്ടായ ഭൂകമ്പത്തിൽ 90,000 പേർ മരിച്ചുവെന്നാണ് കണക്ക്. അന്ന് റിക്ടർ സ്കെയിൽ 8 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമം പാസാക്കി US. ഏഷ്യൻ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ തടയാൻ നിയമം പാസാക്കി US. പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്തുണയോടെയാണ് US ഹൈസ്മുനിയിൽ 2 പിന്തുണ ആവശ്യമുള്ള നിയമം പാസാക്കിയത്. 62 പേരാണ് റിപ്പബ്ലിക്കൻസ് നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. അറ്റാലിയിൽ നടന്ന വെടിവെപ്പിൽ 6 ഏഷ്യൻ വംശജർ കൊല്ലപ്പെട്ട് 2 മാസത്തിന് ശേഷമാണ് നിയമം പാസാക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം മാർപ്പാപ്പയുമായി സംഭാഷണം നടത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും സംസാരിച്ച തുർക്കി പ്രസിഡന്റ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് തടയാൻ ക്രൈസ്തവ സമൂഹം ഇടപെടണമെന്ന് എർദോഗൻ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെ തടഞ്ഞില്ലെങ്കിൽ പാലസ്തീനെതിരെയായ ആക്രമണങ്ങൾ തുടരും. പാലസ്തീനികളെ പിന്തുണയ്ക്കാൻ ക്രൈസ്തവ ലോകവും അന്താരാഷ്ട്ര സമൂഹവും അണിനിരക്കണമെന്നും എർദോഗൻ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിക്കാത്ത പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾക്കായി നിരന്തര ശ്രമത്തിലാണ് എർദോഗൻ നടത്തുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.